നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വാഹന രംഗത്തെ സൂപ്പർ സ്റ്റാറിനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത തമിഴകത്തെ സൂപ്പർ സ്റ്റാർ മുഖ്യമന്ത്രിയായിട്ട് അവരോധിക്കപ്പെടുന്ന ദിവസമാണ് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ വാഹനത്തിൻ്റെ ലോഞ്ച് നടന്നത് ചെന്നൈയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ്. അതേ സ്റ്റേഡിയത്തിൽ വെച്ചാണ് നമ്മുടെ തമിഴകത്തെ സൂപ്പർ സ്റ്റാർ ഇന്ന് മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ രണ്ട് സൂപ്പർ സ്റ്റാറുകളുടെ അധികാരത്തിലേക്കുള്ള ആരോഹണത്തിന് വേദിയാവുകയാണ് ചെന്നൈയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട വിജയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ നാട്ടിലെ കാര്യമാണെങ്കിൽ അടിപിടി നടന്നുകൊണ്ടിരിക്കുകയാണ് ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ. ഈ വീഡിയോ വരുമ്പോഴേക്കും കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കപ്പെടും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇല്ലെങ്കിൽ കോൺഗ്രസ് ചീഞ്ഞളിഞ്ഞ് പഴയ അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നമ്മുടെ പാർട്ടി, നമ്മുടെ വിപ്ലവ പാർട്ടി ആണെങ്കിൽ എത്രയും പെട്ടെന്ന് തീരുമാനം എടുത്തേനെ. കാരണം അവിടെ ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ടെന്നുള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ ജയ് പിണറായി, ജയ് CPM എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഏറ്റവും പുതിയ ഡസ്റ്ററിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. എന്താണ് വിശേഷം എന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഇന്ന് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത് മാനുവൽ മോഡലാണ്. നമ്മൾ ഈ വാഹനത്തിൻ്റെ ഓട്ടോമാറ്റിക് മോഡലായിരുന്നു ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത്. അത് ഡെറാഡൂണിൽ നിന്നും ഋഷികേശിലേക്കുള്ള ഒരു ഗംഭീര ഡ്രൈവായിരുന്നു. പക്ഷേ മാനുവൽ പ്രേമികൾ ഇപ്പോഴും ധാരാളമുണ്ട്. എന്തുകൊണ്ടാണ് മാനുവൽ ചെയ്യാത്തതെന്ന് ചോദിച്ച് പലരും സന്ദേശങ്ങളൊക്കെ അയച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാനിന്ന് മാനുവൽ ചെയ്യാമെന്ന് വിചാരിച്ചത്. എങ്കിലും ഇതൊന്നുമല്ല, പ്രധാനപ്പെട്ട ഒരു മോഡൽ വരാൻ പോകുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ വേരിയൻറ്റ് വരാൻ പോകുന്നേ ഉള്ളൂ. അത് സ്ട്രോങ് ഹൈബ്രിഡാണ്. ഇതിപ്പോൾ 1.3 ലിറ്റർ എഞ്ചിനാണെങ്കിൽ അത് 1.8 ലിറ്റർ എഞ്ചിനാണ്. 109 bhp എഞ്ചിനാണത്. അങ്ങനെ നോക്കുമ്പോൾ ഇതിനേക്കാളും പവർ കുറവാണ്. പക്ഷേ അതിൽ ഒരു 49 HP 1.4 കിലോവാട്ടിൻ്റെ ഒരു മോട്ടർ കൂടി ഫിറ്റ് ചെയ്ത് സ്ട്രോങ് ഹൈബ്രിഡായിട്ടാണ് വരാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ടോട്ടൽ പവർ എന്ന് പറയുന്നത് 160 bhp ആയിട്ട് മാറും. അതിൽ ഒരു 20 HP ഒരു സ്റ്റാർട്ടർ ജനറേറ്റർ മോട്ടർ കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഒരുമിച്ച് വരുന്നൊരു സ്ട്രോങ് ഹൈബ്രിഡ് മോഡലാണത്. അതെന്താണ്, ചക്കയാണോ മാങ്ങയാണോ എന്ന് പോലും വ്യക്തമായിട്ടില്ലെങ്കിൽ പോലും അതിനാണ് ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഇട്ടിരിക്കുന്നതാണ് ഏറ്റവും രസകരമായ കാര്യം. അത് ദീപാവലിക്കാണ് വരാൻ പോകുന്നത്. ദീപാവലി സമയത്ത് അത് ലോഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും വില 20 ലക്ഷത്തിന് മുകളിൽ പോകാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും കുറേ ദൂരമെങ്കിലും അത് EV ആയിട്ട് ഓടും എന്നുള്ളതാണ് പ്രത്യേകത. അപ്പം മൈലേജ് വളരെ കൂടുതലായിരിക്കും. തന്നെയല്ല വളരെ സ്മൂത്തായിരിക്കും. ആ ഒരു ഇലക്ട്രിക് മോട്ടറിൻ്റെ ആ ഒരു പവറും ബാക്കപ്പും എല്ലാം കൂടി ഉള്ളതുകൊണ്ട് വളരെ സ്മൂത്തായിരിക്കും. അതോടൊപ്പം തന്നെ മൈലേജ് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ മെട്രോ സിറ്റീസിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് കിട്ടിയിരിക്കുന്നത് വരാൻ പോകുന്ന ആ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് വേരിയൻറ്റിനാണെന്നുള്ളതാണ് രസകരമായ മറ്റൊരു കാര്യം. 39% ബുക്കിംഗ് കിട്ടിയിരിക്കുന്നത് വരാൻ പോകുന്ന ആ ഒരു മോഡലിനാണ്. അപ്പോൾ എന്തായാലും അതിനുവേണ്ടി കാത്തിരിക്കുന്ന ധാരാളം പേരുണ്ട്. എനിക്കറിയാം, എന്നെയൊക്കെ വിളിക്കുന്ന പലരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അറിവ് ശരിയാണെങ്കിൽ ഇപ്പോൾ തന്നെ അതിന് 60,000-ലധികം ബുക്കിംഗ് ആയിക്കഴിഞ്ഞു വരാൻ പോകുന്ന ആ ഒരു മോഡലിന്. എന്ന് തന്നെയല്ല, 2026 ബുക്കിംഗ് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ ബുക്കിംഗ് എടുക്കുന്നില്ല. ഇനി നിങ്ങൾ ബുക്ക് ചെയ്താൽ പോലും കിട്ടാൻ പോകുന്ന 2027 പകുതിയൊക്കെ ആകുമ്പോഴായിരിക്കും. ആ തരത്തിൽ സ്ട്രോങ് ഹൈബ്രിഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ജനം. മറ്റൊരു കാര്യമുള്ളത്, ഇനിയൊരു പ്ലഗ് ഇൻ ഹൈബ്രിഡ് വരാൻ പോകുന്നുണ്ട്. അത് MG മോട്ടറിൽ നിന്നാണ്. അതുകൂടാതെ JSW മോട്ടറിൻ്റെയും ഒരു പ്ലഗ് ഇൻ ഹൈബ്രിഡ് വരാൻ പോകുന്നത് കേൾക്കുന്നു. അത് ഇന്ത്യക്കാർക്ക് പൊതുവെ സുപരിചിതമായ ഒരു മേഖലയല്ല. എന്താണ് പ്ലഗ് ഇൻ ഹൈബ്രിഡ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആ വാഹനം നമുക്ക് ചാർജ് ചെയ്യാം, അതോടൊപ്പം തന്നെ പെട്രോൾ എഞ്ചിനിൽ ഓടിക്കുകയും ചെയ്യാം. അപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു കൺസേൺ എന്ന് പറയുന്നത് EVകൾ ഓടിക്കുമ്പോൾ നമുക്ക് ഈ ചാർജ് ആങ്സൈറ്റി എന്ന് പറയുന്ന സംഭവമാണല്ലോ. ചാർജ് ചെയ്താൽ അവിടെ നിന്നു പിന്നെ ഫ്ലാറ്റ് പെട്ടി കയറ്റിക്കൊണ്ട് പോകുക, അല്ല വേറെ രക്ഷയൊന്നുമില്ല. പക്ഷേ പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആകുമ്പോൾ നമുക്ക് ഈ ഒരു EVയുടെ ചാർജ് തീർന്നാൽ പിന്നെ അതങ്ങ് പെട്രോൾ ഓടും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ CNGയും പെട്രോളുമുള്ളൊരു വാഹനം തന്നെയായിട്ട് നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. CNG തീർന്നാൽ പെട്രോളിലേക്ക് സ്വിച്ച് ചെയ്ത് നമുക്ക് ഓടിച്ചു പോകാമല്ലോ. അതുപോലെ തന്നെയാണ് EVയുടെ ചാർജ് തീർന്നാൽ അപ്പോൾ തന്നെ പെട്രോളിലേക്ക് സ്വിച്ച് ചെയ്യുന്നു, ഓടിച്ചു പോകുന്നു. അപ്പോൾ ഒരിക്കലും ചാർജ് ആങ്സൈറ്റി ഉണ്ടാകുന്നില്ല. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ MGയുടെ ആ ഒരു വാഹനത്തിന് 100 കിലോമീറ്ററോളം EVയിൽ ഓടാനുള്ള കഴിവുണ്ട്. അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് സിറ്റിയിൽ മാത്രം ഓടുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. സിറ്റിയിൽ പൂർണ്ണമായും EVയിൽ ഓടും. ആ തരത്തിലുള്ള പ്ലഗ് ഇൻ ഹൈബ്രിഡൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്രയൊന്നും ഇല്ലെങ്കിലും ഒരു സ്ട്രോങ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പോൾ തന്നെ സ്ട്രോങ് ഹൈബ്രിഡുകൾ ധാരാളമായിട്ട് വിപണിയിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു മോഡൽ കൂടി വരാൻ പോവുകയാണ് ഡസ്റ്ററിൻ്റെ ഭാഗത്തു നിന്നും. അപ്പോൾ വലിയ ഒരു വിജയത്തിലേക്കാണ് ഈ വാഹനം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ആര് കണ്ടാലും മോഹിക്കുന്നൊരു വാഹനമാണ്. അടുത്ത കാലത്ത് ഓടിച്ച വാഹനങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനം ഏതാണെന്ന് പലരും ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ പേരാണ്, കാരണം ഡസ്റ്ററാണ്. കാരണം ഇത് 2 തരത്തിൽ ഞാൻ ഓടിച്ചിരുന്നു. വളരെ സെലക്റ്റഡ് ആയുള്ള മീഡിയ വിളിച്ചിട്ട് ഇവർ ചെന്നൈയിൽ ഒരു ടെസ്റ്റ് ട്രാക്കിൽ ഓടിക്കാൻ തന്നിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞാണ് തന്നത്. അന്നാണ് ഇതിൻ്റെ ഒരു സ്റ്റെബിലിറ്റിയും ഹാൻഡ്ലിങ്ങിൻ്റെ മികവും അതുപോലെ സ്പീഡ് എടുക്കുമ്പോഴൊക്കെയുള്ള ആ ഒരു കോൺഫിഡൻസും ഒക്കെ നമുക്ക് മനസ്സിലായത്. അതിനുശേഷമാണ് മീഡിയ ഡ്രൈവിൻ്റെ സമയത്ത് ഡെറാഡൂണിൽ നിന്നും ഋഷികേശിലേക്കുള്ള ഗംഭീരമായ ഹൈവേയിൽ, അത് വളഞ്ഞുള്ള ഹൈവേയിലൊക്കെ ഓടിച്ച് അപ്പോഴും നമുക്ക് ഈ വാഹനത്തിൻ്റെ ഒരു കഴിവുകൾ മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വാഹനമായിട്ടാണ് ഡസ്റ്ററിനെ പറയേണ്ടത്. എന്തായാലും ഡസ്റ്റർ ആദ്യകാലത്ത് വന്നപ്പോൾ ഇതിനൊരു പ്രത്യേകിച്ച് എതിരാളിയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഒരു കോമ്പാക്റ്റ് SUV എന്ന് പറയുന്ന സെഗ്മെൻറ്റ് തന്നെ തുടക്കമിട്ടത് ഡസ്റ്ററായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല അവസ്ഥ. ഇപ്പോൾ ധാരാളം പേരാണ് കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിൽക്കുന്ന പോലെ ധാരാളം വാഹനങ്ങൾ ആ ഒരു സെഗ്മെൻറ്റിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എളുപ്പമല്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനല്ല കേട്ടോ, ഈ ഒരു വാഹനത്തിന് ശ്രദ്ധിക്കപ്പെടാൻ. പക്ഷേ അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുക തന്നെ ചെയ്തു. അതാണ് ഡസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിനോട് ഇന്ത്യക്കാർക്കുള്ള ആ ഒരു അടുപ്പം എന്ന് പറയുന്നത്.
അപ്പോൾ ഈ വാഹനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ഉള്ള മോഡലാണ്. അപ്പോൾ അത് ഓടിക്കുക തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. കാരണം നമ്മൾ ഈ വാഹനത്തിൻ്റെ വിശദമായ ടെസ്റ്റ് ഡ്രൈവാണ് അന്ന് ചെയ്തത്. എന്തായാലും ഡസ്റ്റർ എന്ന് പറയുന്ന ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യക്ക് വേണ്ടി ധാരാളം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കാരണം യൂറോപ്യൻ വിപണിയിലൊക്കെ ഈ വാഹനം ഉണ്ടെങ്കിലും ഇന്ത്യൻ ഡസ്റ്ററിന് വേണ്ടി ധാരാളം മാറ്റങ്ങൾ വരുത്തി. അതിൽ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് മുൻഭാഗത്ത് കാണുന്ന ഈ ഒരു ഡസ്റ്റർ എന്ന് എഴുതിയിരിക്കുന്നത് തന്നെയാണ്. ഇങ്ങനെ ഒരു എഴുത്തേ ഇല്ല ശരിക്കും പറഞ്ഞാൽ മറ്റ് വിദേശ മോഡലുകളൊന്നും. ഇവിടെയൊക്കെ ഗ്രില്ലായിട്ട് തന്നെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഡസ്റ്റർ എന്നുള്ള ഈ ഒരു പേര് എഴുതിയിരിക്കുന്നത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇന്ത്യക്കാർക്ക് റെനോ എന്ന് പറയുന്ന ഡസ്റ്ററാണ്, അതുകൊണ്ടാണ് ഡസ്റ്റർ എന്നുള്ള ആ ഒരു വലിയ ബാഡ്ജിങ് മുൻഭാഗത്ത് തന്നെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മാറ്റമുള്ളൊരു കാര്യമാണ് പിൻഭാഗത്ത് LED ലൈറ്റ് സ്ട്രിപ്പ് എന്ന് പറയുന്നത്. അതും വിദേശ മോഡലുകളിലില്ല, അതും ഇന്ത്യക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. ഇന്ത്യക്ക് വേണ്ടി ചെയ്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉയർത്തി എന്നുള്ള കാര്യമാണ്. ഇന്ത്യയിൽ തീർച്ചയായിട്ടും അത് ആവശ്യമുള്ള കാര്യമാണ്. അങ്ങനെ ഇഷ്ടംപോലെയാണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. 212 മില്ലിമീറ്ററാണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. അതായത് ഈ സെഗ്മെൻറ്റിലെ വാഹനങ്ങൾ ഏറ്റവും കൂടിയ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്നാണ് പറയേണ്ടത്. അതുപോലെ തന്നെ 18 ഇഞ്ച് ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഡസ്റ്റർ ഐക്കോണിക് എന്നൊക്കെയുള്ള ബാഡ്ജിങ് തീർച്ചയായിട്ടും അതൊക്കെ ഒരു നല്ല ഒരു സംഭവമാണ്. കാരണം അതൊക്കെ നമുക്ക് ഈ വാഹനത്തോടുള്ള ഇന്ത്യക്കാരുടെ സ്നേഹത്തെയാണ് അത് കാണിക്കുന്നത്. അതുപോലെ ഇവിടെ 50 കിലോഗ്രാം വരെ ഭാരം വഹിക്കാവുന്ന റൂഫ് റാക്കാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് റൂഫിൽ ഒരു സാധനം വയ്ക്കാൻ പാടില്ലെന്നാണ്. അതുകൊണ്ട് തന്നെ അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ സാധനങ്ങൾ വയ്ക്കാനുള്ള പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ അതുപോലും നിയമവിരുദ്ധമാണെന്നുള്ളതാണ് സത്യം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു LED സ്ട്രിപ്പ് എന്ന് പറയുന്നത് ഇന്ത്യൻ മോഡലിന് മാത്രമുള്ളതാണ്, അത് വിദേശത്തില്ല. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി ധാരാളം മാറ്റങ്ങൾ ഇതിൽ വരുത്തിയിട്ടുണ്ട്. എല്ലാ തരത്തിലും അഡാസിൻ്റെ ഫീച്ചേഴ്സ് ഉൾപ്പെടെയൊക്കെ ഇന്ത്യനൈസ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. അത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ധാരാളം സംഭവിച്ചിട്ടുണ്ട്. ബൂട്ട് സ്പേസ് ആണെങ്കിലും ഇതൊരു 5 സീറ്റർ വാഹനം മാത്രമായതുകൊണ്ട് ഇഷ്ടംപോലെ ബൂട്ട് സ്പേസ് ആണ്. അത്തരം കാര്യങ്ങളൊന്നും യാതൊരു പിശുക്കുമില്ല. അപ്പം ഒരു പൂർണ്ണമായും ഫാമിലി വാഹനമാക്കാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും റെനോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെനോയുടെ കാര്യത്തിൽ റെനോയുടെ കൈഗർ അതുപോലെ ട്രൈബർ തുടങ്ങിയ വാഹനങ്ങളൊക്കെ അല്പമൊക്കെ ഇങ്ങനെ എന്താണ് വിൽപ്പനയുടെ കാര്യത്തിലൊന്ന് വലിഞ്ഞ് നീങ്ങുമ്പോഴാണ് ഈ ഒരു സംഭവം വന്നിരിക്കുന്നത്. അപ്പം റെനോയുടെ ഷോറൂമുകളിലൊക്കെ വെടിക്കെട്ടും ആഘോഷവും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിത് ഇലക്ട്രിക്കലി ക്ലോസ് ചെയ്യുകയും ചെയ്യാം. മറ്റൊരു രസകരമായ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ സൈഡ് പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ കൃത്യമായിട്ടും പഴയ ഡസ്റ്ററിൻ്റെ രൂപമുണ്ട്. പക്ഷേ ആ രൂപം നിലനിർത്തിക്കൊണ്ടാണ് ഈ മാറ്റങ്ങൾ വരുത്തി ആധുനികമാക്കി. അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിട്ട് തോന്നി. അപ്പോൾ ഈ മനസ്സിൽ നിന്ന് ഒരിക്കലും നമ്മുടെ പഴയ ഡസ്റ്ററിൻ്റെ രൂപം പോയിട്ടില്ല. അങ്ങനെ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ ഡസ്റ്ററിൽ ഇത്തരം മാറ്റങ്ങൾ വരുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മുൻഭാഗത്തൊക്കെയാണല്ലോ LED ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ ബോൾഡ് ലുക്കിംഗ് ആയിട്ടുണ്ട് ഈ ഒരു ബോണറ്റിലെ ലൈനുകൾ എന്നുള്ളത് മറ്റൊരു കാര്യം. ഫുൾ ബ്ലാക്കിൽ കൊടുത്തിരിക്കുന്ന ഗ്രില്ലിൻ്റെ ഭാഗവും അതുപോലെ തന്നെ ഡസ്റ്ററിലൊക്കെ കൊടുത്തിരിക്കുന്ന ആ ഒരു ചെറിയ എന്താ പറയുക ഒരു പച്ച നിറം, അത് രസകരമായിട്ടുണ്ട്. നമ്മൾ അന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതും ഇതേ നിറം തന്നെയാണ്. പക്ഷേ ഇവിടെ ഡീലർഷിപ്പിൽ ഡെമോ വാഹനം ഇത് തന്നെയാണ്, ഈ നിറം തന്നെ ആയതുകൊണ്ട് എനിക്ക് ഇത് തന്നെ കിട്ടിയുള്ളൂ എന്നുള്ള മറ്റൊരു കാര്യം. അതുപോലെ താഴെ കാണുന്ന ആ ലോവർ ലിപ്പുള്ള ഭാഗത്തിലൊക്കെ വ്യത്യാസമുണ്ട്. നിങ്ങൾ ഇൻ്റർനാഷണൽ മോഡലിൻ്റെ ഫോട്ടോസൊക്കെ നോക്കിയാൽ മനസ്സിലാകും. വലിയ എയർ ഡാം പോലുള്ള കാര്യങ്ങളും പിന്നെ അഡാസിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്, ധാരാളം സെൻസേഴ്സ്, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു കാര്യം പറയാൻ കേട്ടോ, ഇതിന് 50 mm ഹൈറ്റും കൂടുതലുണ്ട് ഇൻ്റർനാഷണൽ മോഡലിനേക്കാൾ. അതെന്താണെന്ന് വെച്ചാൽ അതും മറ്റൊരു രസകരമായ കാര്യമാണ്. അത് ഇവർ ഈ ഒരു സൺറൂഫ് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇന്ത്യക്കാർക്ക് സൺറൂഫ് ഇല്ലാതെ പറ്റില്ല എന്നാണ് റെനോ നടത്തിയ പഠനത്തിൽ തെളിഞ്ഞത്. ഇൻ്റർനാഷണൽ മോഡലിൽ ഈ ഒരു ഡസ്റ്ററിന് സൺറൂഫില്ല. പക്ഷേ ഇതിൽ അതും കൂടെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ഒരു 50 mm ഹൈറ്റ് ഇവിടെ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യ സ്പെസിഫിക് എന്ന് പറയാവുന്ന ഇന്ത്യക്കാരുടെ ചില വണ്ടൻ ആശയങ്ങൾക്കെല്ലാം ചേരുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം മാറ്റങ്ങളെല്ലാം വരുത്തിയാണ് ഏറ്റവും പുതിയ ഡസ്റ്റർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ചയിൽ നേരത്തെ നമ്മൾ കണ്ടാണല്ലോ അല്ലേ വീഡിയോയിൽ. അപ്പോൾ എന്തായാലും ഇൻറ്റീരിയർ ഒന്ന് ജസ്റ്റ് ഓടിച്ചുകൊണ്ട് നമുക്കിനി വാഹനം ഓടിക്കാം. റെനോയുടെ ഗ്ലോബൽ മോഡുലാർ പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് ഇന്ത്യയിലെ ഈ ഒരു വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ യൂറോപ്പിൽ ഈ പ്ലാറ്റ്ഫോം അല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചതെന്ന് ചോദിച്ചാൽ ഇതിൽ വേണമെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കാം, ഹൈബ്രിഡ് വാഹനങ്ങൾ നിർമ്മിക്കാം. ആ തരത്തിലാണ് ഇതിൻ്റെ ഒരു ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക്സ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ആ ഒരു ആർക്കിടെക്ചർ ഇവർ ഗൂഗിളുമായിട്ട് ചേർന്നാണ് സഹകരിച്ചാണ് ഇവർ നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ ഏത് വാഹനങ്ങളും സബ് 4 മീറ്റർ വാഹനങ്ങൾ ഏതും നിർമ്മിക്കാൻ പറ്റുന്ന ഇലക്ട്രിക് ആയാലും അതുപോലെ ഹൈബ്രിഡ് ആയാലും എല്ലാം നിർമ്മിക്കാൻ പറ്റും. പക്ഷേ ഇത് സബ് 4 മീറ്റർ വാഹനമല്ല. 2650 മില്ലിമീറ്റർ വീൽ ബേസ് തന്നെയുണ്ട്. 4 മീറ്റർ കൂടുതൽ നീളവുമുണ്ട്. ഇതിൻ്റെ നീളം പോലുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സിയറയുടെ അത്രയും വലിപ്പമില്ല, എന്നാൽ ടൈഗുണിനേക്കാളും വലിപ്പമുണ്ട്. രണ്ടിനും കൂടി ഇടയ്ക്കുള്ള ഒരു രീതിയാണ് അല്ലെങ്കിൽ സ്പേസാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ അന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത് ഇതിൻ്റെ DCT അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് മോഡലായിരുന്നു. ഇപ്പോൾ മാനുവലാണ് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ മാനുവലും ഓട്ടോമാറ്റിക്കായിട്ട് ആകെ ഒരു വ്യത്യാസം ഇൻറ്റീരിയർ നമുക്ക് പറയാവുന്നത് ഈ ഒരു പാർക്കിംഗ് ബ്രേക്ക് മാത്രമാണ്. ഇത് മാനുവൽ ആണെങ്കിൽ മറ്റത് അങ്ങനെ ആയിരുന്നില്ല. അത് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കാണ് കൊടുത്തിരുന്നത്. ഒരു വ്യത്യാസം മാത്രമേ
മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ഇൻറ്റീരിയർ കാര്യങ്ങളും ഒരുപോലെ തന്നെയാണ്. ഇൻറ്റീരിയർ നല്ല ഭംഗിയാണ്. ഇൻറ്റീരിയറിലെ കളേഴ്സാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എവിടെയും ഈ ഒരു പച്ചപ്പ് കാണാം കേട്ടോ. ഇപ്പോഴാണ് റെനോ പച്ച തൊട്ടത് എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലാണ് ഇത് വന്ന പിന്നെയാണ് രക്ഷപ്പെട്ടത്. അതുപോലെ തന്നെ കാർബൺ ഫൈബർ ഫിനിഷും സ്റ്റീൽ ഫിനിഷ്, ബ്ലാക്ക് ഫിനിഷ്, ഈ സ്റ്റിച്ചിങ്ങൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് തീർച്ചയായിട്ടും. സീറ്റിലേക്ക് വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. സീറ്റിലും ഈ ഒരു പച്ച നിറം ഇങ്ങനെ ഒരു ലൈനൊക്കെ കൊടുത്തിരിക്കുന്നു. ഇത് വെന്റിലേറ്റഡ് സീറ്റുകളാണ് മുൻഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു രീതി, അതിൻ്റെ ഒരു കുഷനിങ്ങിൻ്റെ രീതി ആയാലും അതിൻ്റെ ആ ബോൾസ്റ്റേഴ്സിൻ്റെ രീതിയെല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട്. ഈവൻ ഈ ഒരു ഹെഡ് റെസ്റ്റിൻ്റെ പോലും ഡിസൈൻ വളരെ ഗംഭീരമായിട്ടുണ്ട്. അതിന് വേണമെങ്കിൽ ഒരു സ്പോർട്സ് കാറിൻ്റെയൊക്കെ ഒരു രീതി ആരോപിക്കാം വേണമെങ്കിൽ എന്ന് പറയാം. അതുപോലെ 10.1 ഇഞ്ച് വലിയൊരു സ്ക്രീനാണ് ഇതിൽ കാണുന്നത്. അതിൽ ഗൂഗിൾ അസിസ്റ്റാണ് പ്രധാനമായിട്ടും. ഗൂഗിൾ മാപ്പ്, ഗൂഗിൾ അസിസ്റ്റ്, അത്ര എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. വളരെ ഷാർപ്പായിട്ടുള്ള കളേഴ്സൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഉപയോഗിക്കാൻ വളരെ എളുപ്പമുള്ള ഒരു സ്ക്രീനുമാണത്. നമ്മളെ ഏറ്റവും കൂടുതൽ നല്ല സ്ക്രീനുകൾ പഠിപ്പിച്ച കീയൊക്കെയാണല്ലോ, അതുകൊണ്ട് അതിനോടൊപ്പം നിൽക്കുന്ന രീതിയിലുള്ള സ്ക്രീൻ എന്ന് പറയാം. അതുപോലെ 360 ഡിഗ്രി ക്യാമറ കുഴപ്പമില്ലെന്നേ ഉള്ളൂ. ആ കാര്യത്തിൽ കീയൊക്കെ തന്നെയാണ് കേട്ടോ മുന്നിൽ നിൽക്കുന്നത്. അതിൻ്റെ ഒരു ഷാർപ്നെസ്സും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ കിയ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് പറയാം. ഏതായാലും അത് മോശമല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. അതിൻ്റെ ഒരു ഷാർപ്നെസ് കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല കേട്ടോ. നമ്മൾ കാര്യമായ രീതിയിൽ വന്നത് കണ്ടതാണ്. കോൺഫിഗർ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഡ്രൈവിങ്ങിൻ്റെയും അതുപോലെ തന്നെ സ്റ്റിയറിംഗ് എഫേർട്ടിൻ്റെ ഒക്കെ കാര്യത്തിൽ ഇതെല്ലാം നമ്മൾ ലോ ഹൈ എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ താഴേക്ക് വരുമ്പോഴേക്കും എന്തായാലും ഡ്രൈവർ സെൻട്രിക് ആയിട്ടാണ് എല്ലാ സൈഡിലേക്ക് ചെരിഞ്ഞാണ് നിൽക്കുന്നത്. ഈ ഒരു AC-യുടെ കൺട്രോളുകൾ പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അങ്ങനെ നിൽക്കുന്നു. പിന്നെ ക്ലീൻ എയർ ഇതിൽ ഒരു എയർ പ്യൂരിഫയർ കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ വയർലെസ് ചാർജിങ് പാഡാണ് ഇവിടെ കാണുന്നത്. കൂടാതെ ചാർജിങ് പോർട്ടുകൾ 3 ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെയും മൊബൈലൊക്കെ സൂക്ഷിക്കാൻ സ്ഥലമുണ്ട്. ഇതാണ് കീ എന്ന് പറയുന്നത്, കീ ഫോബ് എന്ന് പറയുന്നതാണ്. പിന്നെ ഇതാണ് മാനുവൽ ഗിയർ ബോക്സിൻ്റെ ഗിയർ ലിവർ എന്ന് പറയുന്നത് 6 സ്പീഡാണ്. അതുപോലെ അത് ലെതർ റാപ്ഡ് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമല്ല ചുറ്റും ഒരു സ്റ്റീൽ ഫിനിഷും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ക്രോം ഫിനിഷ് എന്നാണ് പറയുന്നത്, അത് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കപ്പ് ഹോൾഡേഴ്സും അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു. നല്ലൊരു ആംറെസ്റ്റും അതിൻ്റെ താഴെയും അത്യാവശ്യം സ്പേസ്. മുന്നിലെയും പിന്നിലെയും സീറ്റുകൾ നമ്മൾ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിന് നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് അതെല്ലാം വളരെ ഗംഭീരമായിട്ടുണ്ട്. ഹൈറ്റും വേണ്ടത്ര ഉയർത്താൻ പറ്റും. ഇവിടെ നോക്കുമ്പോഴേക്കും ഡാഷ്ബോർഡിൻ്റെ കാര്യത്തിൽ അല്പം ഉയർന്നാണ് നിൽക്കുന്നത് തോന്നുമെങ്കിൽ പോലും അതൊന്നും ഒട്ടും വിസിബിലിറ്റിയെ ബാധിക്കുന്ന രീതിയിലല്ല കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചും അതുപോലെ സ്റ്റിയറിങ്ങിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളും അത്തരം കാര്യങ്ങളും എല്ലാം നമുക്ക് കാര്യമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു. ഇവിടെയും ഒരു സ്ക്രീനുണ്ട്. വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള സ്ക്രീനാണ് മീറ്റർ കൺസോളിൻ്റെ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സ്ക്രീനോട് ചേർന്ന് നിൽക്കുന്നതിൽ വളരെ കളർഫുള്ളാണ്. അതോടൊപ്പം തന്നെ സ്റ്റിച്ചിങ് എല്ലാം കാര്യമായ രീതിയിൽ ഈ ഒരു സ്റ്റിയറിംഗ് വീലിനും കൊടുത്തിരിക്കുന്നു. അതിൽ ക്രൂസ് കൺട്രോൾ പോലുള്ള കാര്യങ്ങളും എല്ലാം ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നു. ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ ബൂട്ടിൻ്റെ ഓപ്പണിങ്ങിൻ്റെ സ്വിച്ചും അത്തരം കാര്യങ്ങൾ, പിന്നെ മൈക്രോ ഹൈബ്രിഡ് ഓഫ് ചെയ്യുന്നതിൻ്റെ സ്വിച്ച് അതെല്ലാമാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇവിടെ നിന്നുള്ള ആ ഒരു വിസിബിലിറ്റിയൊക്കെ ഗംഭീരമാണ്. നമ്മൾ അത്രയും അധികമൊക്കെ ഓടിച്ചുകൊണ്ട് തന്നെ അതെല്ലാം വളരെ കൃത്യമായി നമ്മൾ ആസ്വദിച്ച് തന്നെ ഓടിച്ച കാര്യങ്ങളാണ് അന്ന് ഡെറാഡൂണിൽ വെച്ചൊക്കെ ഓടിക്കുമ്പോൾ. എന്തായാലും ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലും വളരെ ഭംഗിയുള്ള രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിരിക്കുന്നത്. ആകെ ഈ ഒരു മോഡൽ വ്യത്യാസം ഞാൻ ഈ പറഞ്ഞ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കിൻ്റെ വ്യത്യാസം മാത്രമേ പറയാനുള്ളൂ. ഡോർ പാഡിലാണെങ്കിലും വലിയ 1 ലിറ്റർ ബോട്ടിൽ വരെ വയ്ക്കാവുന്ന അത്രയും സ്പേസ് ഉണ്ട്. നല്ലൊരു ആംറെസ്റ്റും പിന്നെ ഈ ഒരു കാർബൺ ഫൈബർ ഫിനിഷും അതുപോലെ സ്റ്റിച്ചിങ് എല്ലാം അവിടെ ആവർത്തിച്ചിരിക്കുന്നതൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ സാമാന്യം വലിയ ഒരു ഗ്ലോ ബോക്സും, സാമാന്യം വലിയൊന്നുമല്ല, വളരെ വലിയൊരു ഗ്ലോ ബോക്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇഷ്ടംപോലെ സാധനങ്ങൾ അതിലും കയറ്റി വയ്ക്കാൻ സാധിക്കും. പിന്നെ പനോരമിക് സൺറൂഫ് ആണല്ലോ പ്രധാനപ്പെട്ട കാര്യം. അത് പനോരമിക് തന്നെയാണ്, യാതൊരു പിശുക്കും ആ കാര്യത്തിൽ കൊടുത്തിട്ടില്ല. അങ്ങേ അറ്റം വരെ നീളുന്ന സൺറൂഫ്. അതിൻ്റെ ഒരു സിംഗിൾ പെയിൻ ഭാഗം മാത്രം നമുക്ക് ഓപ്പൺ ചെയ്ത് വയ്ക്കാനും സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ടോപ്പ് എൻഡ് മാനുവൽ ട്രാൻസ്മിഷൻ മോഡലിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങൾ പറയാവുന്നത്. എന്തായാലും ഇനി ഓടിച്ച് നോക്കുക തന്നെയാണ് വേണ്ടത്. എങ്കിൽ പോലും ഇൻറ്റീരിയർ കാണുമ്പോഴും എക്സ്റ്റീരിയർ കാണുമ്പോഴും ഒരേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമായിരിക്കും ഡസ്റ്റർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിൻഭാഗത്ത് ഇരിക്കുന്ന ചടങ്ങ് ഏതായാലും ഒന്നുകൂടെ നിർവഹിച്ചേക്കാം അല്ലേ. അപ്പോൾ ഇനി പിൻഭാഗത്തിരിക്കുമ്പോഴും സ്പേസ് മോശമില്ല. ഈ സീറ്റ് പിന്നിലേക്കാണ് കിടക്കുന്നതെങ്കിലും നല്ല സ്പേസ് നമുക്ക് ഇവിടെ ലെഗ് സ്പേസ് കിട്ടുന്നുണ്ട്. വലിയ ഉയർന്ന സെൻറ്റർ ടണലൊന്നും ഇല്ലാത്തതിൻ്റെ ഗുണം അതുമുണ്ട്. ആംറസ്റ്റ് ഉണ്ട്, അതിൽ മൊബൈൽ ഫോൺ സൂക്ഷിക്കാവുന്ന സ്ഥലമുണ്ട്. 2 സീറ്റ് ടൈപ്പ് ചാർജിങ് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താ സാധനം ഒന്നുമില്ലല്ലേ, ചുമ്മാ ചോദിച്ചു. ഓക്കെ, ഒന്നുമില്ല. അപ്പോൾ ഇവിടെ AC വെൻ്റ് വന്നിരിക്കുന്നു. ഇവിടെ ഒരു നടുവ് താങ്ങി ഒന്ന് അല്പം തിരിച്ച് വെച്ചാൽ നടുവിലേക്കൊരു സുഖം കിട്ടും. അതാണ് ആ കാണുന്നത്. അത് ഫ്രണ്ടിലെ 2 സീറ്റുകൾക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്പം താഴ്ന്നു നിൽക്കുന്ന വിൻഡോ ലൈനൊക്കെയാണ്. നല്ല കാഴ്ചകളൊക്കെ കണ്ടുപോകാം, കുഴപ്പമില്ല. കാംഡായിട്ടുള്ള ഫീലൊന്നും കിട്ടുന്നില്ല. നല്ല ആംബസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിലും സാമാന്യം ഭേദപ്പെട്ട ഒരു വലിയ ബോട്ടിലൊക്കെ വയ്ക്കാവുന്ന സ്ഥലമുണ്ട്. എന്തായാലും ബാക്കിലെ ഡോറ് അത്ര വിശാലമായിട്ട് തുറക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ പുതിയ പല വാഹനങ്ങൾക്കും വിശാലമായി തുറന്ന് കയറാമെങ്കിൽ അത്രയില്ല. ആ ഭാഗത്തേക്ക് വരുമ്പോൾ അല്പം ക്രാംഡാകാനുള്ള സാധ്യതയുണ്ട്, കുറച്ച് വണ്ണമൊക്കെ ഉള്ളവർ കയറുമ്പോൾ.
എന്തായാലും സൺറൂഫിൻ്റെ പ്രയോജനം ഏറ്റവും ബാക്കിലേക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ പിൻഭാഗത്തും ഈ ഒരു സൂര്യ അല്ലെങ്കിൽ ചന്ദ്രൻ രണ്ടുപേരെ നമുക്ക് സുഖമായിട്ട് കണ്ടുകൊണ്ട് യാത്ര ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് പിൻസീറ്റിൻ്റെ കാര്യം പറയാനുള്ളത്. ഇനി ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ വിശദമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ അന്നത്തെ ആ ഒരു മീഡിയ ഡ്രൈവിൻ്റെ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് ഓടിച്ചോളാം. പല സ്ഥലങ്ങളിൽ ഓടിച്ച് അവസാനം നമ്മുടെ നാട്ടിൽ നമ്മുടെ സ്വന്തം റോഡിലെത്തിയിരിക്കുകയാണ്. ചെന്നൈയിൽ ട്രാക്കിൽ ഓടിച്ചു, പിന്നെ ഉത്തരാഖണ്ഡിലൊക്കെ പോയി അത് ഓടിച്ചു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഋഷികേശിൽ നല്ല മഴയൊക്കെ പെയ്ത് മഴയത്തൊക്കെ ഓടിച്ച് അങ്ങനെ പല ടെറൈൻസിൽ ഓടിച്ചു. എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് ഇത്രയധികം ദൂരം ഓടിച്ച മീഡിയ ഡ്രൈവ് ഇത്ര ദൂരം ഓടിച്ച വാഹനം വേറെ ഇല്ല എന്നാണ്. അത് വളരെ നന്നായി. കാരണം വെച്ചാൽ ഈ ഡസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ് തിരിച്ചു വരുന്നത് എല്ലാവരും നോക്കിയിരിക്കുമ്പോൾ നമുക്ക് മാക്സിമം ഇൻപുട്ട് അതിനെപ്പറ്റി ഉള്ള ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അത് വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാൻ സാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും DCT ആണ് അന്ന് ഓടിച്ചത്. DCTക്ക് ശേഷം നമ്മളിപ്പോൾ മാനുവൽ ഓടിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മാനുവലിന് അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. വളരെ സ്പോർട്ടി ആയിട്ട് ഡൗൺ ഷിഫ്റ്റും അപ്പ് ഷിഫ്റ്റും ഒക്കെ ചെയ്ത് ഓടിക്കാൻ താല്പര്യമുള്ളവർക്ക് എപ്പോഴും ചേരുന്നത് ഈ ഒരു മാനുവൽ മോഡൽ തന്നെയാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ ഒരു തിരക്കും റോഡിൻ്റെ അവസ്ഥയൊക്കെ വെച്ചിട്ടാണ് നമ്മളെപ്പോഴും ഈ ഒരു ഓട്ടോമാറ്റിക് പ്രിഫർ ചെയ്യാനൊരു കാരണം അത് മാത്രമാണ്. എന്തായാലും 1 ലിറ്ററിലും ഒക്കെ മാനുവൽ ഉണ്ടെങ്കിലും 1 ലിറ്റർ ഇതുവരെ പുറലോകം കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഞാനിതുവരെ ചോദിച്ച ആരും അത് ഓടിച്ചിട്ടില്ല, ഡീലർഷിപ്പുകളൊന്നും വന്നിട്ടുമില്ല. അത് പൊതുവേ വാഹന കമ്പനികൾ ചെയ്യുന്നത് എത്ര ലക്ഷം രൂപയിൽ വില തുടങ്ങുന്നു എന്നൊരു ചോദ്യമുണ്ടല്ലോ. 10 ലക്ഷം രൂപയിൽ തുടങ്ങുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് പൊതുവേ അല്പം കപ്പാസിറ്റി പറഞ്ഞ എഞ്ചിൻ വെച്ചിട്ട് ഒരു വേരിയൻ്റ് അങ്ങനെ നിലനിർത്തുന്നത്. അതങ്ങനെ കാര്യമായിട്ട് ആരും വാങ്ങിക്കാറുമില്ല. അതുപോലെ തന്നെ ഡീലർഷിപ്പുകളൊന്നും പൊതുവേ അങ്ങനെ വരാറുമില്ല. ഇപ്പോൾ തന്നെ ഇതിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ല, 91% ബുക്കിംഗ് 1.3 ഈ ഒരു ഓടിച്ചുകൊണ്ടിരിക്കുന്ന എഞ്ചിനാണ് കിട്ടിയിരിക്കുന്നത്. 9% മാത്രമാണ് 1 ലിറ്ററിലേക്ക് പോയത്. 1 ലിറ്ററിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും അത് കൈകളുള്ള എഞ്ചിൻ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു വലിപ്പവും ഇതിൻ്റെ ഒരു വെയിറ്റും വെച്ച് നോക്കുമ്പോൾ പെർഫോമൻസ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്ന അത്ര പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ടായിരിക്കാം ആരും അതിലേക്ക് പോകാത്തത്. എന്തായാലും ആദ്യകാലം തൊട്ട് തന്നെ ഡസ്റ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പിന്നീട് സിട്രോൺ അത് വലിയ സംഭവമായിട്ട് അവതരിപ്പിച്ചെങ്കിലും സസ്പെൻഷൻ്റെ മികവാണ്. ഇപ്പം നമ്മളിത് ഒരു ചെറിയ ചാടാൻ പോകുന്നു, പക്ഷേ അറിയുക പോലുമില്ല. വളരെ സ്മൂത്തായിട്ട് പോകുന്നു. ഗംഭീര സസ്പെൻഷൻ. അതാണ് പണ്ട് തൊട്ട് ഡസ്റ്ററിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം. സിട്രോണിൻ്റെ മാജിക് കാർപ്പറ്റ് എന്നൊക്കെ പറയുന്ന സംഭവം വരുന്നതിന് മുമ്പ് തന്നെ റെനോ അത് ഭംഗിയായിട്ട് നിർവഹിച്ചിരുന്നു. ഇപ്പോൾ ഈ വാഹനത്തിലേക്ക് വന്നപ്പോൾ മറ്റ് പല കാര്യങ്ങളും പ്ലാറ്റ്ഫോം അടക്കം മാറിയെങ്കിലും സസ്പെൻഷൻ്റെ കാര്യത്തിൽ അതേ മികവ് നിലനിർത്തിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ പുതിയ ഡസ്റ്ററിൻ്റെ കാര്യത്തിൽ ഓൾ വീൽ ഡ്രൈവ് വേരിയൻ്റ് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ഓഫ് റോഡായിട്ട് കണക്കാക്കാനും പറ്റില്ല. എങ്കിൽ പോലും ഇതിൻ്റെ ടയർ സൈസും അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ്, എഞ്ചിൻ്റെ കപ്പാസിറ്റി, ഇത്തരം കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ അത്യാവശ്യം വേണ്ട ഒരു ഓഫ് റോഡൊക്കെ പോകാൻ പറ്റുകയും ചെയ്യും. തന്നെയല്ല 26.9 ഡിഗ്രി അപ്രോച്ച് ആംഗിളും 34.7 ഡിഗ്രി ഡിപ്പാച്ചർ ആംഗിളും ഇതിന് കൊടുത്തിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ അത്യാവശ്യം മല കയറാൻ പ്രാപ്തനാണെന്നാണ് പറയേണ്ടത്. അപ്പോൾ എഞ്ചിനുകളിലേക്ക് വേണമെങ്കിൽ 1 ലിറ്റർ 3 സിലിണ്ടർ ടെർബോ പെട്രോളാണ് നമ്മൾ ഇത് വരെ കണ്ടിട്ടില്ലാത്ത ആ ഒരു വേരിയൻ്റ് എന്ന് പറയുന്നത്. 100 bhp ആണ്, 160 Nm ആണ് മാക്സിമം ടോർക്ക്. അതിൽ ഓട്ടോമാറ്റിക് ഇല്ല, 6 സ്പീഡ് മാനുവൽ മാത്രമേ അതിൽ കൊടുത്തിട്ടുള്ളൂ. പിന്നെയുള്ള നമ്മളിപ്പോൾ ഓടിക്കുന്ന 1.3 ലിറ്റർ 4 സിലിണ്ടർ ടർബോ പെട്രോൾ, അത് 163 bhp ആണ്, 280 Nm ആണ് ഇതിൻ്റെ മാക്സിമം ടോർക്ക്. ഇത് ഈ സെഗ്മെൻറ്റിലെ വാഹനങ്ങളിൽ ഏറ്റവും കൂടിയ പവറും ഏറ്റവും കൂടിയ ടോർക്കുമാണെന്നുള്ളതാണ് പ്രത്യേകത. ഇതിൽ 6 സ്പീഡ് മാനുവൽ, 6 സ്പീഡ് DCTയുമാണുള്ളത്. പിന്നെ മറ്റൊന്ന് വരാൻ പോകുന്നതാണ് ഞാൻ പറഞ്ഞത്, ദീപാവലിക്ക് വരുന്ന ആ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് 1.8 ലിറ്ററിൻ്റെ ഒരു എഞ്ചിനോട് കൂടിയത്. അത് 109 bhp ആണ് ആ ഒരു പെട്രോൾ എഞ്ചിൻ്റെ പവറെങ്കിലും അതിൽ ഒരു 49 HP ഇലക്ട്രിക് മോട്ടറും അതുപോലെ 20 HP ഹൈബ്രിഡ് സ്റ്റാർട്ടർ ജനറേറ്ററും എല്ലാം കൂടെ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ 1.4 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കും. അതെല്ലാം കൂടി ആകുമ്പോൾ 160 HP ആയിട്ട് BHP ആയിട്ട് അതിൻ്റെ പവർ വർദ്ധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കമ്പൈൻഡ് പവർ 160 ആകും. അതുപോലെ തന്നെ 172 Nm മാക്സിമം ടോർക്കും വരുന്നുണ്ട്. ഇതാണ് സിറ്റിയിലൊക്കെ വേണമെങ്കിൽ എൻ്റെ അറിവനുസരിച്ച് 20 കിലോമീറ്റർ അധികമൊക്കെ പ്യുവർ EV ആയിട്ട് ഓടുന്ന ഒരു വാഹനമായിരിക്കും. നല്ല മൈലേജും ഉണ്ടാവും. ഇനി മാനുവൽ ഗിയർ ബോക്സിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ കാര്യത്തിൽ ഇതിന് 10.8 സെക്കൻഡ്സാണ് 100 കിലോമീറ്റർ വേഗത എടുക്കാൻ വേണ്ടി വരുന്നത്. പക്ഷേ DCTയിലാകുമ്പോൾ അത് 10.4 ആണ്. ഒരല്പം ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. വളരെ ലൈറ്റായിട്ടുള്ള ക്ലച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഷിഫ്റ്റുകളൊക്കെ വളരെ പ്രിസൈസാണ്, വളരെ വളരെ സിമ്പിളാണെന്നാണ് പറയേണ്ടത്. ഒട്ടും തന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലല്ല. അതുപോലെ ഡൗൺ ഷിഫ്റ്റൊക്കെ ചെയ്യുമ്പോഴുള്ള എഞ്ചിൻ്റെ പെർഫോമൻസ് തീർച്ചയായിട്ടും
ഗംഭീരമാണ്. ഇത് ശരിക്കും ഈ ഒരു ഗിയർ ബോക്സ് ഉള്ള വാഹനവും ഓടിക്കേണ്ടത് ശരിക്കും നമ്മൾ അന്ന് ഓടിച്ച ആ ടെറൈനിലേക്കാണ്. അപ്പോഴാണ് നമുക്ക് എപ്പോഴും ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഡൗൺ ഷിഫ്റ്റൊക്കെ ചെയ്തിട്ട് നമ്മൾ ഹെയർ പിന്നൊക്കെ എടുത്ത് പോകുമ്പോഴാണ് അതിൻ്റെ കൃത്യമായ ഒരു സംഭവം കിട്ടാവുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇവിടെയും നമുക്ക് ഒട്ടും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലുള്ള ഗിയർ ഷിഫ്റ്റുകൾ, വളരെ സ്ലീക്കായുള്ള ഗിയർ ഷിഫ്റ്റൊക്കെയാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഒരു മാനുവൽ ഗിയർ ബോക്സ് ഓടിക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വാഹനം ഇഷ്ടപ്പെടുന്നുള്ളൊരു സംശയമില്ല. എന്നാൽ തുടക്കത്തിൽ ഒരു ചെറിയ ലാഗ്, അത് DC-യിൽ നമ്മൾ അനുഭവിക്കാത്ത ഒരു ലാഗ് ഇതിനുണ്ട്. അത് വളരെ നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒന്ന് ക്ലച്ച് താങ്ങിയെടുക്കുക എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും വേണ്ടി വരും. അത് ഇത്തരത്തിലുള്ള ഏതൊരു മാനുവൽ ഗിയർ ബോക്സ് ഉള്ള വാഹനത്തിലും വേണ്ടി വരുന്ന കാര്യം ഇതിലുമുണ്ട്. ഒന്ന് ഓടി തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു ചെറിയ ഒരു സെക്കൻഡ് സമയത്തേക്ക് അത് തീർച്ചയായിട്ടും ഉണ്ട്. എന്തായാലും ഇതിലും പിശിക്കാതെ ഇക്കോ, കംഫർട്ട് 2 മോഡ് കൊടുത്തിട്ടുണ്ട്. എങ്കിൽ ഇപ്പോൾ ഒരു സ്പോർട്ട് മോഡ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ മിസ്സിങ് തീർച്ചയായിട്ടും നമുക്ക് അനുഭവിക്കാൻ പറ്റും, അത് സംശയമില്ല. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ അന്ന് മീഡിയ ഡ്രൈവിൽ പറഞ്ഞത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഈ അഡാസിൻ്റെ ഫീച്ചേഴ്സ് ഓഫ് ചെയ്യണമെങ്കിൽ വളരെ എളുപ്പമാണെന്നുള്ള കാര്യമാണ്. അതിൻ്റെ റൈറ്റ് സൈഡിലെ സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്താൽ നമുക്ക് അത് ഓഫ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ മറ്റ് പല വാഹനങ്ങൾ ഹ്യുണ്ടായൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതിൽ സ്ക്രീനിൽ പോയി അതിലെ സെറ്റിങ്സ് കണ്ടുപിടിച്ച് ഓരോന്നായിട്ട് ഓഫ് ചെയ്ത് അതിന് ശേഷം വീണ്ടും നമ്മൾ വാഹനം ഓഫ് ചെയ്ത് ഓൺ ചെയ്യുമ്പോൾ വീണ്ടും ഇതെല്ലാം ആദ്യം തൊട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. അത്തരം പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അത് ഓഫ് ചെയ്യാൻ സാധിക്കും. പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഇതിന് പഴയ മോഡലിനേക്കാൾ കൂടുതൽ സേഫ്റ്റി ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ 5 സ്റ്റാർ റേറ്റിംഗ് ക്രാഷ് ടെസ്റ്റിൽ കിട്ടുമെന്നാണ് കമ്പനി പറയുന്നതിന് യാതൊരു സംശയമില്ല, കിട്ടുമെന്നുള്ള കാര്യത്തിൽ. പിന്നെ അഡാസിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ലെവൽ 2 ഫീച്ചേഴ്സ് എല്ലാം കൊടുത്തിരിക്കുന്നു. എയർ ബാഗുകളും ABS EBD എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഹിൽ ഹോൾഡ് അസിസ്റ്റ് പോലുള്ള കാര്യങ്ങളും എല്ലാം തന്നെ ഉള്ളതുകൊണ്ട് ഒരു ഫുൾ ഫ്ലെഷ്ഡ് ആയിട്ടുള്ള സേഫ് കാർ എന്ന് തന്നെയാണ് നമുക്കിതിനെ വിളിക്കാവുന്നത്. എന്തായാലും മാനുവൽ ഗിയർ ബോക്സിൻ്റെ കാര്യത്തിൽ ഗിയർ ഷിഫ്റ്റ് ഉണ്ടോ, എന്താ സ്മൂത്ത് എന്നുണ്ടോ, ഒരു ചെറിയ വിരൽ മതി ഇത് ഷിഫ്റ്റ് ചെയ്ത് പോകാൻ. ഇപ്പോൾ നമ്മൾ 6th ഗിയറിലാണ് പോകുന്നത്. 6th ഗിയറിലൊക്കെ അങ്ങേയറ്റം സ്മൂത്താണ്, വളരെ സ്മൂത്ത്, ഓടിച്ചു പോകാൻ നല്ല സുഖമാണ്. അതുപോലെ തന്നെ വിസിബിലിറ്റി പോലുള്ള കാര്യങ്ങളും എല്ലാം ഒന്നാം തരം. ഈ ഒരു വിസിബിലിറ്റി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് ഗുണം ചെയ്യുന്നത് ഓഫ് റോഡൊക്കെ പോകുമ്പോഴാണ്. കാരണം അസാമാന്യമായ വിസിബിലിറ്റിയാണ്. ഹൈറ്റിൻ്റെ കാര്യത്തിലായാലും അതുപോലെ ഗ്ലാസ് ഏരിയ നോക്കിയാലും എല്ലാം തന്നെ വിസിബിലിറ്റി ഒട്ടും മോശമല്ല. അതോടൊപ്പം തന്നെ സസ്പെൻഷൻ്റെ മികവും പിന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഗുണവും ഗ്രൗണ്ട് ക്ലിയറൻസും എല്ലാ കാര്യങ്ങളും ഒരു പക്ക ഇന്ത്യൻ വാഹനമായിട്ട് ഇതിനെ മാറ്റുന്നുണ്ട്. പക്ഷേ ആ ഒരു യൂറോപ്യൻ നിർമ്മാണ നിലവാരം ഒട്ടും വിട്ടുപോയിട്ടുമില്ല. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ മാനുവൽ വാഹനങ്ങൾ ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ധാരാളം ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഡസ്റ്റർ പോലെയുള്ള വാഹനങ്ങളുടെ കാര്യത്തിൽ മാനുവൽ ലവേഴ്സ് ധാരാളമുള്ളൊരു കാലമാണ്. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ മാനുവലും ഒട്ടും മോശമല്ല എന്നാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. 17.75 km/ലിറ്റർ മൈലേജ് ഈ ഒരു വാഹനത്തിന് കമ്പനി പറയുന്നുണ്ട്. ഇതിനേക്കാൾ കൂടുതലാണ് DCTക്ക് പറയുന്നതെങ്കിൽ പോലും ഇത് മോശമല്ല. അതോടൊപ്പം തന്നെ വില എന്ന് പറഞ്ഞാലും 14.5 ലക്ഷം രൂപയിൽ ഈ വാഹനത്തിൻ്റെ മാനുവലിൻ്റെ വില ആരംഭിക്കുന്നുണ്ട്. 17 ലക്ഷം രൂപ വരെയാണ് ടോപ്പ് എൻഡിൻ്റെ വില. ഇതാണ് നമ്മൾ ഓടിച്ചു കഴിഞ്ഞാൽ ടോപ്പ് എൻഡ്. മറ്റു കാര്യമുള്ളത്, ഓട്ടോമാറ്റിക്കിൽ നിന്നും വ്യത്യസ്തമായിട്ട് കാര്യമായ മാറ്റങ്ങളൊന്നും ഇതിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് അല്ലാതെ മറ്റൊരു മാറ്റവുമില്ല. ഈവൻ ഡ്രൈവ് മോഡുകളടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഓട്ടോമാറ്റിക്കിൽ എന്താണോ കൊടുത്ത് അത് ഇതിലേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും 1 ലിറ്റർ എഞ്ചിൻ നമുക്ക് ഓടിക്കാൻ സാധിച്ചിട്ടില്ല. അത് ഇതുവരെ ഡീലർഷിപ്പുകളിലേക്കൊന്നും എത്തി തുടങ്ങിയിട്ടില്ല. മറ്റൊരു കാര്യമുള്ളത്, അത് കാര്യമായ രീതിയിൽ മനസ്സിലേക്ക് വന്നിട്ടില്ല എന്നുള്ള കാര്യമാണ്. കാരണം ഇതുവരെ കിട്ടിയ ബുക്കിങ്ങിൻ്റെ 91% ഈ ഒരു 1.3 ലിറ്റർ ടർബോ പെട്രോളാണ് കിട്ടിയിരിക്കുന്നത്. 1 ലിറ്റർക്കാണ് കാര്യമായ രീതിയിൽ ജനം മൈൻഡ് ചെയ്തിട്ടില്ല. ഈ ഒരു വലിയ വാഹനത്തിന് 1 ലിറ്റർ പോരാ എന്നൊരു തോന്നൽ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കാം. എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഡസ്റ്റർ വാങ്ങിക്കുകയാണെങ്കിൽ 1.3ലേക്ക് തന്നെ പോവുക. അതിൽ DCT വേണോ മാനുവൽ വേണോ എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ തീരുമാനിച്ചാൽ മതി. എന്തായാലും ഗംഭീരമായൊരു ഡ്രൈവിംഗ് അനുഭവമാണ് ഈ ഒരു വാഹനം സമ്മാനിക്കുന്നത്. ഡ്രൈവിംഗ് അനുഭവം മാത്രമല്ല, കാഴ്ചയുടെ അനുഭവം മോശമല്ല. എത്ര മനോഹരമായൊരു വാഹനമാണ് എന്ന് ഓരോ തവണ കാണുമ്പോഴും എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ മാനുവലിൻ്റെ ടെസ്റ്റ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തരുന്നു. വീഡിയോ എല്ലാവർക്കും നന്ദി. ബൈ.